രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിന് വയനാട്ടിലെയും യുപിയിലെ റായ്ബറേലിയിലെയും വോട്ടർ പട്ടിക ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ മറുപടി. അഭിഷേക് ബാനർജി, അഖിലേഷ് യാദവ്, ഡിംപിൾ യാദവ്, MK സ്റ്റാലിൻ എന്നിവരുടെ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിലും ബിജെപി സംശയമുയർത്തി. സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അനുരാഗ് താക്കൂർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് കോൺഗ്രസ് പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്നും ബിജെപിയുടെ പരിഹാസം. जो आप ज्यादा उम्र के वोटर्स की बात करते हैं तो कैसे निलंबर में वायनाड में, और वायनाड में तो मुझे भाई साहब श्रीमान राहुल गांधी जी 2 बार चुनाव लड़े, श्रीमती प्रियंका गांधी जी 1 बार चुनाव लड़ी, तो दोनों से मैं पूछता हूं, ये जो नए वोटर की एडिशन हुई है 102, 101 साल, 99 साल ये नए वोटर है, तो आपने तो 3 बार वोट ले लिया भाई, तो क्या आपने अपने BLA से, अपने पोलिंग बूथ एजेंट से, या आपने वोट मांगे आपने कभी नहीं देखा? तो कैसे हुआ ये? ശരത് ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്, പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയാണ് ബിജെപി. RSS പ്രതിപക്ഷത്തിനെതിരെയാണ് ഉയർത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പാർലമെന്റ് കവാടത്തിൽ നിന്ന് 300ഓളം വരുന്ന ഇന്ത്യ ബ്ലോക്ക് MPമാർ ഒരുമിച്ച് പ്രതിഷേധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചോടെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ ഇന്ന് BJP രംഗത്ത് വന്നു. വോട്ട് ചോരി നടത്തിയത് BJP അല്ല, മറിച്ച് ഇന്ത്യ സഖ്യ നേതാക്കളാണെന്നാണ് BJPയുടെ ആരോപണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ അഖിലേഷ് യാദവും ഒക്കെ വോട്ട് ചോരി നടത്തി എന്നതാണ് BJPയുടെ ആരോപണം. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾക്ക് രാജിവെക്കണമെങ്കിൽ ഇവരും രാജിവെക്കണ്ടേ എന്ന ചോദ്യമാണ് BJP ഇന്ന് ഉയർത്തിയത്. ഏതായാലും ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയ സ്ഥിതിക്ക് ഇനി മുതലുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാന തലങ്ങളിലേക്കാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. സെപ്റ്റംബർ 1-നും ഓഗസ്റ്റ് 17-നുമൊക്കെ ബീഹാറിൽ ഈ പ്രശ്നം കടുത്ത രാഷ്ട്രീയ വിഷയമായി ഉയരാൻ പോവുകയാണ്.